മെക്സിക്കോ സിറ്റിയിലെ ചരിത്രപരമായി പ്രാധാന്യമുള്ളതും എന്നാൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുമായിരുന്ന 3 ദേവാലയങ്ങളെ പുനരുദ്ധാരണത്തിലൂടെ നവീകരിച്ച മാതൃകയാവുകയാണ് ഒരു വൈദികൻ. ഫാദർ ഹോസെ മെർഡസ് ഗാലൻ എന്ന വൈദികനാണ് നഗരത്തിന്റെ പൈതൃകമായ ഈ പള്ളികളെ സംരക്ഷിക്കുവാൻ മുന്നിട്ടിറങ്ങിയത്. മെക്സിക്കോ സിറ്റിയുടെ ചരിത്രത്തിന്റെ ഭാഗമായ സാൻ ലൊറൻസോ സോച്ചിമാൻക, സാൻ ഇലക്ടോ, ലാ ഇമ്മാക്കുലഡ കൺസെപ്സിയൻ എന്നീ 3 പള്ളികളാണ് അദ്ദേഹം ഏറ്റെടുത്ത് നവീകരിച്ചത്. വർഷങ്ങളായി ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ഈ പള്ളികൾ തകർച്ചയുടെ വക്കിലായിരുന്നു. മതിലുകൾ ഇടിഞ്ഞും പരിസരം കാടുപിടിച്ചും സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയ ഈ ഇടങ്ങളെ വിശ്വാസികളുടെയും പ്രാദേശിക ഭരണകൂടത്തിന്റെയും സഹായത്തോടെയാണ് അദ്ദേഹം വീണ്ടെടുത്തത്. വെറുമൊരു കെട്ടിടം എന്നതിലുപരി ഈ പള്ളികൾ ആ പ്രദേശത്തെ ജനങ്ങളുടെ സാംസ്കാരികവും ആത്മീയവുമായ ഐക്യത്തിന്റെ പ്രതീകങ്ങളാണെന്ന് ഫാദർ ഗാലൻ പറഞ്ഞു. പള്ളികൾ വീണ്ടും തുറന്നതോടെ പ്രദേശത്ത് കൂടുതൽ സുരക്ഷിതത്വവും സാമൂഹിക ഉണർവും ഉണ്ടായതായും അദ്ദേഹം പങ്കുവച്ചു. സാമ്പത്തികമായ പരിമിതികളും ഭരണപരമായ തടസ്സങ്ങളും ഉണ്ടായിരുന്നിട്ടും ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഓരോ ഘട്ടമായി പുനരുദ്ധാരണം പൂർത്തിയാക്കുവാൻ സാധിച്ചതായി അദ്ദേഹം പറയുന്നു. ഈ ദേവാലയങ്ങൾ ഇന്ന് വീണ്ടും പ്രാർത്ഥനയ്ക്കായി തുറന്നുകൊടുത്തിരിക്കുകയാണ്. ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനോടൊപ്പം ദേവാലയങ്ങൾ വിശ്വാസ സമൂഹത്തെ ഒന്നിപ്പിക്കുവാൻ കാരണമാകുന്നുവെന്നും ഈ വൈദികന്റെ പ്രവർത്തനങ്ങൾ തെളിയിക്കുന്നു.